ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രളയം വന്ന ശേഷം കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇത് ഈ നികുതി പിരിവ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിൽ പ്രയോജനം ചെയ്യും. അതെ, നികുതി വെട്ടിപ്പ് വലിയ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് എല്ലാവരും അത് പ്രത്യേകിച്ച് ഇപ്പം ചെക്ക് പോസ്റ്റൊന്നും ഇല്ലാത്തതിന് ശേഷം എല്ലാം കടന്നു പോരുകയാണ് കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ. അതെ അതെ, ഇപ്പം കഴിഞ്ഞ ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ട് തോമസ് ഐസക് നൽകിയ അഭിമുഖത്തിലും പുള്ളിയും പറഞ്ഞു വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നു. അതെ, സത്യമാണ്. മന്ത്രി തന്നെ പറയാണ്, എല്ലാവർക്കും അറിയാം, വെള്ളം പോലെ അറിയാം. പക്ഷേ പൂച്ചക്കാർ മണി കിട്ടും. നികുതി വെട്ടിപ്പ് വലിയൊരു സംഘടന മാഫിയകളാണ്. അവരാര് പിടിക്കും? അവർക്ക് വോട്ടില്ലേ? അവർ വോട്ട് ബാങ്ക് എന്താണ്? ഇതാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിൻ്റെയും ചിന്ത. അതെ, ഈ ബഡ്ജറ്റ് ഇപ്പം 31-ാം തീയതി പ്രസൻറ്റ് ചെയ്യുകയാണ്. അന്നേരം ഇതിലെന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ? എന്തെങ്കിലും? കാരണം ഞങ്ങൾ ഈ വാറ്റ് വന്നപ്പം GST വന്നപ്പോൾ ഒക്കെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ വലിയ വീരവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിമോണിറ്റേഷൻ വന്നപ്പോൾ സെൻട്രൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡിമോണിറ്റേഷൻ വന്നപ്പോൾ എന്താ ഉണ്ടായത്? നോട്ടുകളൊക്കെ മാറിപ്പെട്ടു. അത് ഇപ്പം ഇന്ത്യ പോലത്തെ വലിയ രാജ്യത്തൊരു നിയമം കൊണ്ടുവരുമ്പോൾ ശക്തമായ നിലയിലുള്ള പഴുതടിച്ചിട്ട് വരണം. തയ്യാറെടുപ്പുകൾ ആദ്യം നടക്കണം. അതിനുള്ള സോഫ്റ്റ്വെയറും ഡെവലപ്മെൻറ്റും ഒക്കെ ആദ്യം വേണം. അതോടൊപ്പം ബോധവൽക്കരണവും വേണം. ഇത് ഒരു വിഭാഗം ആൾക്കാർക്ക് വെട്ടിക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടാക്കി വെച്ചു കൊടുക്കുക, മറുവിഭാഗം ആൾക്കാരെ ഒന്നിനും പറ്റാത്തവരായി തീർക്കുക എന്നുള്ളൊരു രീതിയാണ് പലപ്പോഴും ഉള്ളത്. ആണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ പല രീതിയിലും സ്വർണം വരും. നമ്മൾ പണ്ട് 2010, 11, 8 മുതൽ 11 വരെ ഒന്ന് കള്ളക്കടത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അത് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായ കാലത്താണ് 1% കുറച്ചു ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി. പിന്നെ ചിദംബരമാണ് അത് 10 വരെ ആക്കി. അതപ്പോഴാണ് കള്ളക്കടത്തിൻ്റെ വർദ്ധിച്ചുകൂടി. അതുകൊണ്ട് ആർക്കാണ് ലാഭം? രാജ്യത്തിനാണോ ലാഭം, അതല്ലെങ്കിൽ വിദേശത്ത് കിടക്കുന്ന മാഫിയകൾക്കാണോ ലാഭം? ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുമ്പോൾ അതിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമമാണ് ഈ മാഫിയ നടത്തുന്നത്. അതെ, അത് ഇന്ത്യയിൽ ഒരുപാട് കപ്പലുകൾ വരുന്നുണ്ട്, കടലിൽ കൂടി ഒരുപാട് സംഭവം വരുന്നുണ്ട്, കരയിൽ കൂടി ഒരുപാട് വരുന്നുണ്ട്, ആകാശത്ത് കൂടി വരുന്നുണ്ട്. പല രീതിയിലും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതെ, വിദേശത്ത് നിന്ന് വരുന്നൊരു സാധനത്തിൻ്റെ മുകളിൽ വലിയ ഡ്യൂട്ടി വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗോൾഡ് പോലെ ചെറിയൊരു ഏരിയ കൊണ്ടുവരാൻ പറ്റുന്ന സാധനം വരും. അത് വെട്ടിക്കും ആൾക്കാർ. ഈസി മണി എല്ലാ മനുഷ്യൻ്റെയും മനസ്സിലുള്ളതാണ്. എളുപ്പത്തിൽ എങ്ങനെ പണം ഉണ്ടാക്കും? അത് മനുഷ്യൻ്റെ സഹജമായ ഒന്നാണ്. അപ്പം കുറുക്കു വഴികൾ അടയ്ക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ചെയ്യേണ്ടത്. ഇതിൽ വെട്ടിപ്പുകാരുണ്ടാക്കുന്നതിൽ ഡ്യൂട്ടി കുറയ്ക്കണം, കൊയലുകൾ ഇല്ലാതാക്കണം. അതുമൂലം രാജ്യത്തുണ്ടാകുന്നത് ഒരുപാട് മാഫിയകൾ ഇല്ലാതാവും, ഗവൺമെൻറ്റും പോലീസിനും പണി കുറഞ്ഞു കിട്ടും. അതെ, ഇപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ വില കൂടിയതിനെക്കുറിച്ച് സംസാരിച്ചു. അതിൽ ഈ സ്വർണ്ണ വില കൂടിയതുകൊണ്ട് ഇതിൻ്റെ വിൽപ്പന ഏതെങ്കിലും രീതി ബാധിച്ചിട്ടുണ്ടോ? സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതുകൊണ്ട് ഒരിക്കലും വിൽപ്പന ബാധിക്കില്ല. കാരണം ആൾക്കാർ വില കൂടുമെന്നുള്ള മാനസിക ഇതിൽ തന്നെയാണ് ഇത് മേടിക്കുന്നത്. മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആർട്ടിക്കിളായിട്ടാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. സ്വർണ്ണത്തോടുള്ള താല്പര്യം ഒരിക്കലും കുറയുന്നില്ല. ഇല്ലല്ല, അതൊരു ഇന്ത്യൻ ബ്ലഡിലുള്ളതാണ്, ഏഷ്യൻ കൺട്രീസിലൊക്കെ തന്നെയും. ട്രഡീഷണൽ സംസ്കാരവും കൾച്ചറും ഒക്കെ ഉള്ളവരെ ട്രഡീഷണലിൻ്റെ ഭാഗമാണ് സമ്പാദ്യം. മലബാർ ഗോൾഡിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ചരിത്രം എന്തോ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ റിസർച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഏത് ആസ്പെക്റ്റിലാണ് അത് ഉദ്ദേശിക്കുന്നത്? അത് സ്വർണം എത്ര വർഷങ്ങളായി നമ്മൾ സ്വർണം നാണയമായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഗോൾഡിൽ നിന്നും എങ്ങനെയാണ് കറൻസി പ്രിൻറ്റിങ് തുടങ്ങിയത്, ഇപ്പം കറൻസി പ്രിൻറ്റിന് എത്ര ഗോൾഡ് വെക്കണം, ഏതൊക്കെ രാജ്യത്തിൻ്റെ അടുത്ത് ഏതൊക്കെ ഗോൾഡ് എത്ര നിക്ഷേപമുണ്ട്, ഓരോ വർഷവും ഓരോ സ്ഥലത്തും മൈൻ ചെയ്യപ്പെടുന്ന എത്ര ടണ്ണുണ്ട്, അതിൽ എത്ര വിൽക്കപ്പെടുന്നുണ്ട്. ഇതിൽ അത് തുടങ്ങിയിട്ട് ഇത് യൂസേജ്, പല രാജ്യത്തിൻ്റെ യൂസേജ് മുതൽ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് ഒരു റിസർച്ച് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ കാര്യം എടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കേരളത്തിലാണോ? അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. സൗത്ത് ഇന്ത്യൻ കൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ. തമിഴ്, കേരള, തെലുങ്ക്, കന്നഡ, അതുപോലെ പഞ്ചാബ്. കാർഷിക ഉൽപ്പന്നങ്ങളെ വാല്യൂ വെച്ചിട്ട് കർഷകരുടെ അടുത്ത് നിന്നാണ് ഇത് ആദ്യം ഇതുള്ളത്. ഇന്ത്യയിൽ മൊത്തം ഏഷ്യൻ കൾച്ചറിൽ മൊത്തം സ്വർണ്ണത്തിൻ്റെ യൂസേജ് ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ എൻ്റെയൊക്കെ ഈ സ്കിൻ, അതിൻ്റെ ഗോൾഡ് ഉള്ള ആൾക്കാർ ഈ ഗോൾഡിൻ്റെ യൂസേജിൻ്റെ, വൈറ്റ് സ്കിൻസ് യൂറോപ്യൻസിൻ്റെ ഇടയിൽ കുറവാണ്. വൈറ്റ് സ്കിൻസിൻ്റെ ഇടയിൽ ഡയമണ്ടും ഈ ഇത്രയും യെല്ലോ ഗോൾഡിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. ഞങ്ങൾ അമേരിക്കയിലൊക്കെ തുടങ്ങിയിട്ടും അവിടെയും ഞങ്ങളുടെ കസ്റ്റമർ ഏഷ്യൻസാണ്, ഏഷ്യൻ കൺട്രി. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അമേരിക്കയിൽ. നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ നികുതി വെട്ടിപ്പിൻ്റെ വിഷയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ സജീവമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും സജീവമായിട്ടുണ്ട്, ഒരു സംസ്ഥാനവും ഒഴിവില്ല. അത് ഈ ഇൻഡസ്ട്രീൻ്റെ ഒരു
തീരാ ശാപമാണ്. പക്ഷേ ഇതൊരു വലിയ ലിങ്ക് ചെയിനായിരിക്കും ഈ മാഫിയ. മാഫിയകളൊക്കെ വലിയ ചെയിനാണ്. ഇന്ത്യയിൽ ഇങ്ങോട്ടുള്ള വലിയ ചെയിനുകളും വലിയ ബന്ധവും ഈ എല്ലാം വലിയ രീതിയിലുണ്ട്. കാരണം ഇമ്പോർട്ട് അനധികൃതമായിട്ട് വരുന്ന സ്വർണത്തിൻ്റെ മുകളിൽ വലിയ ലാഭമാണ്. ഇത് ഹാർഡ് കറൻസിയാണ്. അതെ അതെ. എപ്പോഴും പെട്ടെന്ന് ഇവിടെ വിറ്റ് ഓൺ ദ സ്പോട്ട് ക്യാഷ് കിട്ടും. ഡെഡ് സ്റ്റോക്ക് ഇല്ല. ഈ ബിസിനസ്സിനൊക്കെ ഒരുപാട് പൊതുവെ ഇപ്പോൾ ഈ കേരളത്തിലെ ഒരു വ്യവസായ രംഗം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. മൊത്തത്തിലൊരു വ്യവസായ അന്തരീക്ഷം അങ്ങനെയുണ്ട്. റിയൽ എസ്റ്റേറ്റിൻ്റെ വില അമിതമായി ബൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൂമിക്കൊന്നും ഒരു പരിധി കണ്ടിട്ട് കൂടുതലായിട്ട് വില വർദ്ധിക്കേണ്ടതായിട്ടില്ല. കാരണം ഭൂമി കൊണ്ടുള്ള ഉപയോഗം പ്രധാനമായിട്ടും കൃഷിയാണ്, അല്ലേ? കൃഷി നമ്മുടെ രാജ്യത്ത് ഇപ്പം കൃഷി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കൃഷി ലാഭകരമല്ല. ലാഭകരമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏവറേജ് സാധാരണക്കാരൻ്റെ 700-800 റുപ്യ ലേബർ ചാർജായി. അത്രയും വലിയ ലേബർ ചാർജിൽ കേരളത്തിൽ ഒരു കൃഷിയും ആർക്കും നടത്താൻ പറ്റില്ല. മലയാളികളാരും കൃഷിക്ക് താല്പര്യമില്ല. കൃഷി അല്ലാതാവുന്നു. അപ്പോൾ കൃഷിഭൂമിയുടെ ആവശ്യം ഭൂമിയുടെ ശരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ഭൂമികളിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ് മാളുകൾ വരുന്നു. അപ്പോൾ കൂടുതൽ കുറഞ്ഞ സ്ഥലം മതി. ഓഫീസുകളൊക്കെ ഇപ്പം സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും മൊബൈലായി തുടങ്ങി. വലിയ സ്പേസിൻ്റെ ആവശ്യം കുറഞ്ഞു കൊടുക്കുകയാണ്. ഫ്ലാറ്റുകൾ വന്നിട്ട് വീടുകൾ മുകളിലോട്ട് പൊന്താൻ തുടങ്ങി. അപ്പം ഭൂമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഭൂമിയുടെ വില കണ്ടമാനം വർദ്ധിക്കേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികം വേൾഡ് മൊത്തം അമേരിക്കയിലോ അല്ലെങ്കിൽ വികസന കൺട്രീസിലൊക്കെ തന്നെ 1%, 2%-നും കൂടുതൽ ഭൂമിയുടെ വില എത്ര വർഷങ്ങളായിട്ട് 30 വർഷത്തിന് ശേഷം വർധനവ് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് US സഞ്ചരിക്കുമ്പോൾ കാണാം ഈ ഫ്ലോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞ ബോർഡ് തന്നെ കാണാം. പല സ്ഥലത്ത് വടൊന്നും ഭൂമിക്ക് ഇങ്ങനെ വില വർദ്ധിക്കുന്നില്ല. പല സ്ഥലത്ത് പല രാജ്യങ്ങളിലും വികസന കൺട്രീസിലൊന്നും വർദ്ധിക്കില്ല. ഇന്ത്യയിൽ നേരത്തെ കറൻസീൻ്റെ വാല്യൂ കുറയുന്നു, ഭൂമിയുടെ ഒക്കെ വില വർദ്ധിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഗൾഫിലെ ആൾക്കാർ ഒരുപാട് ആൾക്കാരും അവരുടെ ഫണ്ട് വരുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അതാണ് റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ബൂം ചെയ്തു. അടുത്ത് വാങ്ങിയ ആൾക്കാർക്കല്ല ഇതിനേക്കാളും വാങ്ങിയതിനേക്കാളും കൂടുതൽ വില കിട്ടുന്നു. പിന്നെ അവർ അതിൻ്റെ അടുത്ത ആൾക്കാർ അതിനേക്കാളും കൂടുതൽ വില കിട്ടുന്നു. അതൊരു ട്രെൻഡാക്കി മാറ്റിയെടുത്തു ഇതിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സും മാഫിയകളും. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു മാറ്റം. ഇപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെയുള്ള ഒരു തിരിച്ചുവരവ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അമിതമായിട്ട് ഭൂമിയൊന്നും വാങ്ങിച്ചത് കൊണ്ട് അതിനുള്ള റിട്ടേൺസ് കൃഷിയിൽ നിന്ന് കിട്ടുന്നില്ല. ഭൂമിയിൽ കേരളം നിറച്ച് കെട്ടിടം പണിയാണ്. ഇങ്ങനെ കെട്ടിടം പണിതിട്ട് എത്ര ഇതിന് ആൾക്കാർ വേണ്ടേ? നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടാകും. പുറത്തുനിന്നുള്ള ടൂറിസം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ രീതിയുള്ളൂ. പുറത്തുനിന്നുള്ള ടൂറിസം ഒന്നും അതിന് മാത്രം വരാൻ തുടങ്ങിയിട്ടില്ല. ടൂറിസ്റ്റുകൾക്ക് വേണ്ടുന്നതല്ല നമ്മൾ പണിയുന്നത്. അവരുടെ ആവശ്യകത അല്ല നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ ഈ മലബാർ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് മാൾ ഓഫ് ട്രാവൻകൂർ തുടങ്ങി എങ്ങനെ ഉണ്ടായിട്ട് നല്ല പ്രതികരണമാണ്. ഒരുപാട് നല്ല ടൂറിസ്റ്റുകളും രാജ്യത്തിൻ്റെ അകത്തും പുറത്തുള്ള ഒരുപാട് ആൾക്കാർ ഡെയിലി ഏകദേശം 35,000-40,000 ആൾക്കാരൊക്കെ പീക്ക് സമയങ്ങളിലും ഒരു 25,000 മുതൽ 40,000 വരെ ആൾക്കാർ അവിടെ ഡെയിലി വരുന്നുണ്ട്. അടുത്ത സാധാരണക്കാരനും ഇടത്തരക്കാരൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്സ് ഒരു ഒത്തുകൂടാനുള്ള ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്നുള്ളത് ആൾക്കാർക്കുള്ളൊരു ടൈം പാസിങ്. ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണം. അപ്പോൾ അവർ കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ സിനിമ കാണാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് മേടിക്കാനൊക്കെ ഉള്ള ആ ഒരു സെൻറ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സെൻറ്ററുകൾ ആരും ചെയ്താലും വളരെ കൊച്ചിയിലെ ലുലു അങ്ങനെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഇതൊക്കെ രാജ്യത്തിൻ്റെ നാടിൻ്റെ മാറ്റത്തിൻ്റെ ആവശ്യമായിട്ട് വരുന്നതാണ്. അത് ഇത്തരം വലിയ മാളുകൾ വരുമ്പോൾ ഈ ചെറുകിട വ്യാപാരികളെ തകർന്നു പോകുന്നൊരു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. നമ്മളെ നാട്ടിലെ ആൾക്കാർ ഡെയിലി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരനൊക്കെ ശമ്പളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസേനയുള്ള കൂലി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അഫോർഡബിലിറ്റി വരിക. അപ്പം ഒന്നും അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സ്പേസ് ഉണ്ട്. പേഴ്സണലൈസ് സെല്ലിങ് ചെറുകിടക്കാർക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. വ്യക്തികളെ കണ്ട് സംസാരിച്ച് സർവീസ് പേഴ്സണൽ സർവീസ് കൊടുത്തുകൊണ്ട് ചെറുകിടക്കാർക്കും. പക്ഷേ എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. വെറുതെ ഒരു ഷട്ടറും പൊക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് നടക്കില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റവും സർവീസും അതുപോലെ കോമ്പറ്റീഷൻ മത്സരം നല്ലതിനാണ്. ആ മത്സരത്തിൽ ജയിക്കാൻ പറ്റണം. അതിന് ചെറുകിട ആൾക്കാർക്ക് ഏറ്റവും നല്ലത് അവർ ചെറുകിട ആൾക്കാർക്ക് കൂടി വലിയ സൊസൈറ്റികളും സംഘടനകളും കമ്പനികളൊക്കെ ഉണ്ടാക്കുക. സൊസൈറ്റിയും കമ്പനിയൊക്കെ ഉണ്ടാക്കി ശക്തമായ രീതിയിൽ നല്ല മനസ്സോട് അതിലൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു 3000-ലധികം ഇൻവെസ്റ്റേഴ്സ് ഉള്ള വലിയ കമ്പനിയാണ്. തിരുവനന്തപുരത്ത് തന്നെ ഈ ഒരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തിരുന്നല്ലോ.
അതെ അതെ, അത് പെടാറ് ചെറിയ ഇടത്തരം ഞങ്ങൾ 1600 1800 പെർ സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റുള്ള 40-50 ലക്ഷം റുപ്യക്ക് വരുന്ന ഫ്ലാറ്റുകൾ അതിനുള്ള എല്ലാ അത് വളരെ നന്നായി നടക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഈ ഒരു പാലും മുട്ടയും വിൽക്കുന്ന ഒരു കാര്യം ആലോചിച്ചിരുന്നു. അതായത് ഇവിടെ ഞങ്ങൾ ഓൾറെഡി വയനാട് തുടങ്ങി, കാലിക്കറ്റ് തുടങ്ങി, പയ്യമ്പാൽ, അതുപോലെ പയ്യമ്പാൽ എന്നുള്ള പശുവിൻ്റെ ഡയറക്റ്റ് അതിലൊന്നും എടുക്കുന്നില്ല, അതിലൊന്നും ചേർക്കുന്നില്ല. ആ ബ്രാൻഡ് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ ട്രയൽ ആൻഡ് എറർ ഒരു 2 വർഷമായിട്ട് നടക്കുന്നുണ്ട്. മലബാർ ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭങ്ങൾ എന്തായിരിക്കും? ഞങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ജോലി ഉണ്ടാവുക എന്നൊരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ M24 മറ്റ് എല്ലാ സർവീസും ജോലിയും ആൾക്കാരെടുത്തുകൊണ്ട് സർവീസ് കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പുതിയ M24. അതുപോലെ തന്നെ എല്ലാ സർവീസുകളും സർവീസ് കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഫ്ലാറ്റ് വീടൊക്കെ നോക്കാനാളില്ല, പലപ്പോഴും അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെ ഇത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന M24 സർവീസസ് ഞങ്ങൾ പുതുതായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ മലബാർ ഗോൾഡിൻ്റെ അന്ന് സംസാരിക്കുമ്പോൾ അമേരിക്കയിൽ പുതിയ ഷോറൂം വരുന്നു, അത് വന്നു അല്ലേ? ഷിക്കാഗോയിൽ തുടങ്ങി, ന്യൂജേഴ്സി തുടങ്ങാൻ പോകുന്നു. അവിടെ ഷിക്കാഗോയിൽ നല്ല പ്രതികരണമാണ്. ഇപ്പോൾ അവിടെ തണുപ്പാണ്, എന്നിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് നേരത്തെ അവിടെ പിള്ളേർ തുടക്കത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രതികരണം, പ്രത്യേകിച്ച് ഏഷ്യൻ കമ്മ്യൂണിറ്റി ഒക്കെ നല്ല. അമേരിക്ക എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാരുള്ള ഒരു രാജ്യമാണല്ലോ. കേരളത്തിൽ ഇനി പുതിയ ഷോറൂം മലബാർ ഗോൾഡിൻ്റെ ഉടനെ ഉണ്ടോ? കേരളത്തിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ തീരുമാനമായിട്ടില്ല. ഇപ്പം തന്നെ എല്ലായിടത്തും ഏറെക്കുറെ ഉള്ളതിനേക്കാളും കൂടുതൽ കേരളത്തിൽ അൺഅക്കൗണ്ട് ബിസിനസ്സായിട്ട് മത്സരിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരിക്കലും നമ്മൾ സാലറിയും അഡ്വർടൈസ്മെൻറ്റ് വാടകയെല്ലാം കൊടുത്ത് വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് ഇരിക്കും. വീടാന്തരം കയറിക്കൊണ്ട് കൊടുക്കുന്ന വലിയൊരു വിഭാഗം വർക്ക് ചെയ്യും. അവരോട് മത്സരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. നോർത്ത് ഇന്ത്യയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോർത്ത് ഭാഗത്ത് UP, MP, ബീഹാർ, പഞ്ചാബ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത് നോക്കുന്നത്. അവിടെ അങ്ങനെ നല്ല റെസ്പോൺസ് ഉണ്ട്. ആന്ധ്രയിൽ നല്ല റെസ്പോൺസാണ്, തെലുങ്കാന നല്ല റെസ്പോൺസാണ്, ഒരുപാട് ഷോപ്പുകൾ വന്നു. അതുപോലെ കർണാടക, തമിഴ്നാട്, കേരളത്തിനെ വെച്ച് മറ്റ് സ്റ്റേറ്റുകളിലാണ് മലബാർ ശക്തമായി വളർച്ച ഉള്ളത്. ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും 5% ലാഭം ചാരിറ്റിക്ക് മാറ്റിക്കുന്നു. അത് മലബാറിൻ്റെ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് മെഡിക്കൽ ചാരിറ്റിയും അതുപോലെ ഹൗസിംഗ് ചാരിറ്റിയിലൊക്കെ ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ കൊടുത്തു വരുന്നുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നോക്കുകൂലിയെല്ലാം നിർത്തി വ്യവസായ അന്തരീക്ഷം അങ്ങനെയുണ്ട് പൊതുവെ? എന്ത് വ്യവസായമാണ് കേരളത്തിൽ വളരുന്നുള്ളത്? അന്തരീക്ഷം നല്ല സൗഹാർദ്ദമൊക്കെയാണ്, യാതൊരു സൗഹാർദ്ദക്കുറവ് ആരെടുത്തുമില്ല. ബട്ട് തുടങ്ങാൻ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളാണ്. കാക്കഞ്ചേരിക്ക് ഇൻഫ്രാ പാർക്കിൽ ഞങ്ങളുടെ ഫാക്ടറി തന്നെ ഉണ്ടാക്കി തീർത്ത്, കോടതി ഞങ്ങൾക്ക് അനുകൂലമായി വിധിയായി. പൊളിറ്റിക്കൽ പാർട്ടികളുടെ നമ്മൾ അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാത്തിരിക്കുക എന്നല്ലാതെ ആ രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടില്ല. ഒരു മാറ്റം ഏത് സമയത്തും ഏത് രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ പിറകിലൊക്കെ തന്നെയും അവരെ പേഴ്സണൽ ഇൻട്രസ്റ്റുകളാണ് ഒരുപാട്. ഇതൊരു വോട്ട് ബാങ്കാണ്. വോട്ട് ബാങ്കിനെതിരെ ശക്തമായി സംസാരിക്കാനുള്ള ശേഷി ഓരോ ഇലക്ഷൻ മാറി വരുന്നവരെ അത് രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. അതുകൊണ്ട് നമ്മളെ മൗനം പാലിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ അത്യാവശ്യം കേരളത്തിന് പുറത്ത് പോയി വർക്ക് ചെയ്യാം. കേരളത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇത് നടക്കുള്ളൂ, എല്ലാ ഇൻട്രസ്റ്റും. കാരണം അതിനുള്ള അന്തരീക്ഷം എന്ന് പറയാന്നല്ലാതെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ല. വർഷങ്ങളോളം കാത്തു നിന്നാലും, കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കാക്കഞ്ചേരിക്ക് ഇൻഫ്രാ പാർക്ക് ഞങ്ങൾക്ക് 35 കോടി റുപ്യ ഇൻവെസ്റ്റ് ചെയ്ത് ഫാക്ടറി ബിൽഡിംഗ് ഉണ്ടാക്കി. അത് ഈ സ്വർണ്ണാഭരണ നിർമ്മാണം 1000-ലധികം ആൾക്കാർക്ക് ജോലി കിട്ടുന്നതാണ്. ഞങ്ങളതിൻ്റെ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് മാസം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയെന്നല്ലാതെ പ്രൊഡക്റ്റീവ് ആകുന്നില്ല. കേരളത്തിൽ ആർക്കും അങ്ങനെ ധൈര്യപ്പെട്ടിട്ട് ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റില്ല. ഇത് പക്ഷേ നമുക്ക് സ്വർണ്ണാഭരണ നിർമ്മാണം വേറെ സംസ്ഥാനങ്ങളിൽ 2-3 എല്ലാ സംസ്ഥാനത്തിനും ഞങ്ങളിപ്പോൾ കൽക്കത്തയിൽ ഇതിന് ശേഷം നല്ല രീതിയിൽ തുടങ്ങി, ബോംബെ തുടങ്ങി, അവിടെ ഒരു പ്രശ്നമില്ല. ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ഹൈദരാബാദ് വളരെ ഒഫീഷ്യലായിട്ട് വളരെ നന്നായി, ഒരു പ്രശ്നവുമില്ല. കേരളത്തിൽ മാത്രമാണ് ഇത്തരം അത് ഒഫീഷ്യലായിട്ട് നടത്തുന്ന പ്രശ്നമുള്ളൂ. അൺഒഫീഷ്യലാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അത് നേരായ മാർഗത്തിൽ കൂടെ പോയാൽ വലിയ പ്രശ്നമാണ്. ഇല്ല, കാരണം അത് ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ, ഒരുപാട് മാഫിയകൾക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് പൈസ ഉണ്ടാവും അവിടെയൊക്കെ. അത് ശരി. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനം ഇപ്പോൾ ഇൻഫ്രാ പാർക്കിൽ അത് ഏത് ഘട്ടത്തിലായി? അത് ഞങ്ങൾ പണിതൊക്കെ തീർന്ന് അവരെ സമരം പറഞ്ഞിട്ട് ബഹളം, നാട്ടുകാർ കുറച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ അവർക്ക് പണം കൊടുക്കാൻ കളക്കെടുത്തുകാരും അൺഅക്കൗണ്ട് ബിസിനസ്സുകാരും ശക്തമായ രീതിയിലുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നടക്കുന്നു.
അത് ശരി. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമുള്ളൂ. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയല്ലേ? ശ്രദ്ധയിൽ എല്ലാവരുടെ അടുത്തും പെടുത്തി, എല്ലാവർക്കും മെമ്മോറാണ്ടം കൊടുത്തു, പഠിക്കാം, നോക്കാം, ശരിയാക്കാം. ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ലെറ്റസ് നോക്കാം, ശരിയാക്കാം എന്നുള്ള മറുപടി ആണ് ഏറ്റവും കൂടുതലുള്ളത്.